എൻ്റെ പേര് നീരജ് എന്നാണ്. ട്രിവാൻഡ്രം ജില്ലയിൽ വെള്ളായണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഇമ്പോർട്ടായിട്ടുള്ള റോട്ട് വീലർ ഡോഗാണ്. ഇതിൻ്റെ പേര് റോണിൻ എന്നാണ്. റോണിൻ ലെജൻഡ് ഓഫ് നീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോഗാണ് ഇത്. ഇത് വന്നിട്ട് സെർബിയൻ ഇമ്പോർട്ടാണ്. ഇത് 4.5 വയസ്സ് പ്രായമുണ്ട്. ഇത് വന്നിട്ട് പ്രൂവൺ ആയിട്ടുള്ള ഒരു റോട്ട് വീലറാണ്. സ്റ്റഡ് ചെയ്യാനായിട്ട്, സ്റ്റഡ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. വന്നിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാനും എൻ്റെ ഒരു ബ്രദറും കൂടെ ചേർന്നിട്ടാണ്, അനീഷേട്ടനും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ ഡോഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റോഡ് ഷോറിൻ്റെ പേരിലാണ് ഈ ഡോഗ് ഉള്ളത്. ഞങ്ങൾ കെനൽ നെയിമാണ് റോഡ് ഷോർ. ആ റോഡ് ഷോറിലെ മെയിൻ സ്റ്റഡ് ഡോഗാണ് റോണിൻ. ഇത് കൂടാതെ തന്നെ വേറെയും 2 സ്റ്റഡ് ഡോഗുകളും ഉണ്ട് നമുക്ക്. അപ്പോൾ ഇപ്പോൾ മെയിൻലി സ്റ്റഡ് ഫോക്കസ് ചെയ്യുന്നത് ഈ റോണിനിലാണ്. ക്യാഷ് മീറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ പപ്പീസ് ഇപ്പം കുറച്ച് വെയിറ്റ് ചെയ്ത് ഇപ്പം ഉണ്ടായിരുന്ന പപ്പീസ് സെയിലായി പോയിട്ടുണ്ട്. അപ്പം 2-3 സ്റ്റഡ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് ആൾക്കാരെല്ലാം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരു പഞ്ച് ഫേസ് ടൈപ്പാണ്. അപ്പോൾ ആ ഒരു ടിമിറ്റോർ, ഇത് ലെജൻഡ് ഓഫ് നീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കെനലിൽ നിന്നാണ്. അപ്പോൾ ടിമിറ്റോറിൽ നിന്ന് മാറി എന്നാൽ പഞ്ച് ഫേസ് തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് ഈ പറഞ്ഞ റോണിൻ എന്ന് പറയുന്നത്. ഇത് ഞങ്ങൾ എടുത്തത്, ഇതിന് യഥാർത്ഥത്തിൽ റോട്ടോസ്കോഡ് എന്ന് പറഞ്ഞ കെനൽ, തൃശ്ശൂരുള്ള വിനയ് എന്ന് പറഞ്ഞ ആളാണ് ഇതിനെ കൊണ്ടുവരുന്നത്. അത് വേറെ അജിത്ത് എന്ന് പറഞ്ഞ കൊല്ലത്തുള്ള ഒരു പുള്ളി വാങ്ങിച്ചിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ ഇതിനെ എടുക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടിപ്പോൾ ഏകദേശം ഒരു 6 months ആവുന്നു. ഏകദേശം 6 to 7 സ്റ്റഡി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കുറച്ച് സ്റ്റഡ് എൻക്വയറി ഉണ്ട് ഇവന്. ഇപ്പം നമുക്കിപ്പോൾ മറ്റ് മെയിൽസ് ഉണ്ടെങ്കിലും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇവനിലാണ്. കാരണം കുറച്ചുകൂടെ പഞ്ച് ഫേസ്ഡ് പപ്പീസ് ഇവനിൽ നിന്ന് ഔട്ട് കിട്ടും. കാരണം ഇമ്പോർട്ടിന് കുറച്ച് ഡിമാൻഡ് ഇപ്പോൾ ട്രിവാൻഡ്രത്തും ഉണ്ട്. കാഴ്ചയ്ക്ക് സെർബിയൻ ഇമ്പോർട്ട് വളരെ കോമ്പാക്റ്റ് ടൈപ്പ് ആയിരിക്കും. പക്ഷേ പഞ്ച് ഫേസ് നല്ല രീതിയിൽ കിട്ടുകയും നല്ല ബോൺ സൈസ് കിട്ടുകയും സെർബിയൻ ടൈപ്പിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കുറച്ചുകൂടി എന്താ പറയുക, ജർമ്മൻ ടൈപ്പിനേക്കാളും കുറച്ചുകൂടി കൺട്രോൾഡ് മാനറാണ് ഇതിന്. നമുക്ക് ഷോയൊക്കെ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം ഇതിനാണ്. ബട്ട് അതിലൊരു കേസ് കൂടെ കൺസിഡർ ചെയ്യണം. എക്സസൈസായിട്ട് പഞ്ചായി കഴിഞ്ഞാൽ അതിൻ്റെ ബൈറ്റ് ഫോൾസുകളും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പഞ്ചിലേക്ക് ഫോക്കസ് ചെയ്താൽ ടീത്തിൻ്റെ ടൈപ്പിന് വ്യത്യാസം വരും. അപ്പോൾ ഇവനെ നമുക്ക് ഷോ ചെയ്യാൻ പറ്റും. പുറത്തുനിന്ന് വരുന്ന ഡോഗ്സ് മിക്കവാറും ഈ പറഞ്ഞ ഇമ്പോർട്ട് ഡോഗ്സുകളെല്ലാം തന്നെ അവർ ഫോൾട്ടുകളെല്ലാം ഇല്ലാതെ തന്നെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ബൈറ്റ് ഫോൾട്ടുകളൊക്കെ കൂടുതലും കാണും. ഇതിന് വേറെ ഫാൾട്ടുകളൊന്നും കാണില്ല, നമുക്ക് ഷോ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫുഡ് നമ്മൾ 2 നേരമാണ് കൊടുക്കുന്നത്. മെയിൻലി ബീഫാണ് കൊടുക്കുന്നത്. ബീഫ് റോ ആയിട്ടല്ല, വേവിച്ചാണ് കൊടുക്കുന്നത്. നമ്മൾ അന്ന് മുമ്പ് കാസ്പിയൻ്റെ ഇതിൽ പറഞ്ഞപ്പോൾ കാസ്പിയൻ റോ ആയിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇവന് മുമ്പുള്ളവർ വേവിച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ സെയിം ഇത് നമ്മളും കണ്ടിന്യൂ ചെയ്യുന്നു. അതായത് 2 നേരം, മോർണിംഗ് ഒരു 250, ഈവനിങ് 750, അങ്ങനെ 1 kg ആണ് നമ്മൾ പെർ ഡേ കൊടുക്കുന്നത്. മോർണിംഗ് 250യുടെ കൂടെ കുറച്ച് ഡോഗ് ഫുഡും കൂടെ ആഡ് ചെയ്യും. ഇവൻ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ വെറും പാവമാണ്. അത് ഇപ്പം വീട്ടുകാരുടെ അടുത്തൊന്നല്ല, പുറത്തുനിന്നായാലും അങ്ങനെ ഒരു അഗ്രസീവ്നെസ്സോ അങ്ങനെ ഒന്നും കാണിക്കത്തില്ല. ഇപ്പം എൻ്റെ മറ്റേ ഡോഗ് കാസ്പിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പുറത്തുനിന്നുള്ളവരടുത്ത് ആ ഒരു അഗ്രസീവ്നെസ്, റോട്ടിൻ്റെ ആ ഒരു ക്യാരക്ടർ കാണിക്കും. ഇവ അങ്ങനെ അല്ല, ഇവ ആൾ വളരെ കാമാണ്. പിന്നെ ഇവന് വേറെ ചെറിയൊരു ദുശീലം കൂടെ ഉണ്ട്. ചില സമയങ്ങളിൽ ഫുഡ് എടുക്കാനായിട്ട് അത് ഞാൻ വന്ന് എടുത്ത് കഴിക്കാൻ പറഞ്ഞാലേ അവൻ കഴിക്കത്തുള്ളൂ. അങ്ങനെ ചെറിയൊരു ഇത് അത് മുമ്പൊന്നും ഇല്ലായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് ആ ഒരു ക്യാരക്ടറിൽ ആ ഒരു ഇതുണ്ട്. അപ്പം അമ്മയാണ് കൂടുതൽ ദിവസം ഫീഡ് ചെയ്യണത്. ചില ദിവസങ്ങളിലും ആ ഒരു ഇത് കാണിക്കുക. അത് മെയിൻലി ഞാനിവിടെ വീട്ടിൽ ഉള്ള ദിവസമാണ് ഞാൻ ഫുഡ് കൊടുക്കാൻ ഇറങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ കഴിക്കാതെ മാറിയിരിക്കുക. അല്ലെങ്കിൽ അമ്മ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിക്കും. അങ്ങനെയല്ല, കാരണം എല്ലാവർക്കും ഒരു ആഗ്രഹമാണല്ലോ. ഇപ്പോൾ നമ്മളതിലിപ്പോൾ ആദ്യം എൻ്റെ ഉണ്ടായിരുന്ന ഡോഗ് എന്ന് പറഞ്ഞ ഒരു നോർമൽ റോഡ് വീലറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇമ്പോർട്ടിൻ്റെ കുട്ടിയെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടിൻ്റെ ഡയറക്റ്റ് ഒരു കുട്ടിയെ എടുത്തു. പിന്നെ അടുത്തൊരു എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് ഇമ്പോർട്ട് എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം, അതിൻ്റെ പേരിൽ എടുത്തതാണ്. അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് എൻ്റെ ഒരു ഇഷ്ടമുണ്ട്. എനിക്ക് കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് കൂടിയ ഡോഗിനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. ഇപ്പോൾ കാസ്പിയനെ ആയാലും ഇത്രയും ബ്ലാക്ക് അല്ലെങ്കിൽ പോലും അവൻ കുറച്ച് ബ്ലാക്ക് മാസ്ക് കൂടിയ ഒരു ഡോഗാണ്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഇവനെ സെലക്ട് ചെയ്തത്. പിന്നെ അവൻ്റെ പപ്പീസ് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ പപ്പീസിനെയും കൂടെ കണ്ട് ആ ഒരു ഇതിലാണ് അവനെ വാങ്ങിക്കുന്നത്. കാരണം ഇവനെ നമ്മളങ്ങനെ ഒരുപാട് മാറ്റ് ചെയ്യുന്നില്ല. നമ്മൾ വന്നതിന് ശേഷം ഏകദേശം 3 ലിറ്ററാണ് എടുത്തത്. അതിൽ പപ്പീസ് 1 ലിറ്ററിൽ 8 കുട്ടി ഉണ്ടായിരുന്നു, 1-ൽ 5.
ഇവൻ്റെ ഇപ്പം എന്താ പറയുക മാറ്റിംഗ് ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇപ്പം എന്താ പറയുക നമുക്ക് മാറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് മാറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഡോഗാണ്. ആ ഒരു ടെൻഡൻസി കൂടുതലായിട്ട് കാണിക്കുന്നൊരു ഡോഗാണെന്ന് നമുക്ക് പറയാം. പിന്നെ ഫീമെയിൽസിൻ്റെ അടുത്തും ഒരു അഗ്രഷനോ അങ്ങനെ അതൊന്നുമില്ല അവന്. മെയിനായിട്ട് ഇപ്പം നമുക്ക് അവിടെ പോയി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ട് ആ ഒരു ഇതിലായിരിക്കുമല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോസും വീഡിയോസും നമുക്ക് ഒരിക്കലും എത്രത്തോളം അത് സത്യസന്ധമാണെന്ന് അപ്പം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലൊരു കനാലിൽ അവരുടെ അടുത്തുള്ള വിശ്വാസത്തിൻ്റെ ഇതിലെടുക്കാം. ആ ഒരു ഇതുണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ കോസ്റ്റ് നല്ല കൂടുതലാണ്. ഡോഗിൻ്റെ കോസ്റ്റിനെക്കാട്ടി ഏകദേശം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അറൗണ്ട് 3 lakhs ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നുണ്ട് സർബിയിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ. ഡയറക്റ്റ് പോയി കണ്ട് ഫാദറിനെയും മദറിനെയും കണ്ട് പപ്പീസിനെ എടുക്കണം. അതും ഏതെങ്കിലും നല്ല പേര് കേട്ട ഏതെങ്കിലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കനലിൽ നിന്ന് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എപ്പോഴും ഫാദറിനെയും മദറിനെയും കണ്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പം ഷോറിങ്ങിൽ നമ്മളങ്ങനെ ആക്റ്റീവ് എന്നല്ല നമ്മൾ ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ ഷോറിങ്ങിൽ കുറച്ച് നല്ല ഡോഗ്സിനെ ഇറക്കി, അതായത് അത് നമ്മളെ ഓൺ ബ്രീഡിങ്ങിലുള്ള ഡോഗ്സിനെ ഇറക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഞാൻ മെയിനായിട്ട് കുറച്ച് നല്ല ഡോഗ്സിനെ നമ്മൾ ഇപ്പം മെയിൽസ് മാത്രമല്ല നമ്മൾ കുറച്ച് ഡയറക്റ്റ് ഇമ്പോർട്ടിൻ്റെ കുട്ടികളെ ഫീമെയിൽസിനെയും കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുള്ള നല്ല പപ്പീസിനെ കീപ്പ് ചെയ്ത് നമുക്ക് ഷോറിങ്ങിലോട്ട് ഇറക്കിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം അത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് നോക്കുമ്പം ഒരു ഡോഗ് പ്രസവിക്കുമ്പം 8, 10, 12 കുട്ടിയൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിലൊരു എമൗണ്ട് വെച്ച് ഇത്ര അവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ലക്ഷം രൂപ കിട്ടുന്നു എന്നുള്ളൊരിതുണ്ട്. പക്ഷേ ഇതിനു വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട്, കാരണം ഇവരെ ഫീഡിങ് തന്നെ ഞാൻ പറഞ്ഞു 1 കിലോ ബീഫ് എന്ന് പറഞ്ഞു, 1 കിലോ ബീഫിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളത് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലല്ല കൊടുക്കുന്നത്, പെർ ഡേ നമ്മളങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചിലവ് അത് ഇവന് മാത്രമല്ല, കാസ്പിയനും അതാണ് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കാസ്പിയനും ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ്. കാസ്പിയനും ബീഫിന് വരെ ചിക്കനാണ് കൊടുത്തുകൊണ്ടിരുന്നത്, റോ ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ ചിലവുണ്ട്. പിന്നെ ഇവരെ സപ്ലിമെൻറ്റ്സ്, പിന്നെ നമ്മൾ പപ്പിയെ തന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ പപ്പിയെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിൽ ആ ഒരു ഫീഡിങ് ചെയ്ത ആ ഒരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പെൻസ് ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മാർക്കറ്റിലെ റേറ്റ് കുറവാണ്, പക്ഷേ നല്ല പപ്പീസിന് ഇപ്പോഴും മാർക്കറ്റിൽ റേറ്റ് ഉണ്ട്. വളരെ സന്തോഷമാണ്. എന്താ പറയുക, അത് ഒരു ഡോഗ് വളർത്തിയിട്ടുള്ള ഒരാൾക്കേ അത്